ഇന്ത്യൻ സമുദ്രത്തിൽ ബ്രിട്ടന്റെ കൈവശമുള്ള ഷാഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന് കൈമാറുന്ന നടപടികൾ നീട്ടിവെച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എതിർപ്പിനെ തുടർന്നാണിത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ റാംഗുലാമും തമ്മിൽ കഴിഞ്ഞ മെയ്യിൽ ഒപ്പുവെച്ച കൈമാറ്റ ഉടമ്പടി മെയ് 13 ചേരുന്ന പാർലമെന്റ് പരിഗണിക്കാനിരിക്കെയാണ് പുതിയ മാറ്റം. നേരത്തെ കൈമാറ്റത്തെ പിന്തുണച്ചിരുന്ന ട്രംപ് ജനുവരിയിൽ അത് ഭീമാബന്ധം ആയിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. പിന്നാലെ കൈമാറ്റത്തിനുള്ള US പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. ദ്വീപ് കൈമാറ്റ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിലും US പിന്തുണയോടെ മാത്രമേ അത് നടപ്പാക്കാവുകയുള്ളൂവെന്ന് UK പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇന്ത്യൻ സമുദ്രത്തിൽ ഏകദേശം 60 ദ്വീപുകൾ ചേർന്നതാണ് ഷാഗോസ്. ഇതിലെ ഏറ്റവും വലിയ ദ്വീപായ ഡീഗോ ഗാർസിയിൽ ബ്രിട്ടന്റെയും USന്റെയും സംയുക്ത വ്യോമ നാവിക താവളവുമുണ്ട്. ഈ ദ്വീപ് 99 വർഷത്തേക്ക് ബ്രിട്ടന്റെ ഉടമസ്ഥതയിൽ തുടരുമെന്നും കരാറിലുണ്ടായിരുന്നു. 1814 മുതൽ ബ്രിട്ടനാണ് ഷാഗോസ് ദ്വീപുകളും മൊറീഷ്യസും ഭരിച്ചിരുന്നത്. 1965 മൊറീഷ്യസിനെയും ഷാഗോസ് ദ്വീപുകളെയും രണ്ടായി വിഭജിച്ചു. 1968 മൊറീഷ്യസിന് സ്വാതന്ത്ര്യം നൽകി. ഷാഗോസ് ദ്വീപുകൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ടെറിട്ടറി എന്ന പേരിൽ കൈവശം വെച്ചു. രാജ്യാന്തര നീതിന്യായ കോടതിയാണ് 2019 ഷാഗോസ് ദ്വീപ് മൗറീഷ്യസിന് തിരിച്ചു കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചത്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.